നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. ഇത് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ചോഴിയക്കോട് രമണി മന്ദിരത്തിൽ സുരേഷ് ബാബു സുധാകുമാരി ദമ്പതികളുടെ വീടാണ്. ഇവിടെയാണ് +2 പരീക്ഷയിൽ കുളത്തൂപ്പുഴ കല്ലുവട്ടാംകുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 1200 മാർക്കിൽ 1200 കരസ്ഥമാക്കിയ ഗോപികയുടെയും 1200-ൽ 1197 മാർക്ക് നേടിയ ഗായത്രിയുടെയും താമസം. ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പിൽ പഴയ റാങ്കിംഗ് സംവിധാനം ആയിരുന്നുവെങ്കിൽ 1ഉം 2ഉം റാങ്ക് കുളത്തൂപ്പുഴയിൽ എത്തിച്ച മിടുക്കി കുട്ടികൾ. നാടിന് തന്നെ അഭിമാനമായി മാറിയ ഇവരെ കാണുവാനും ഇവരെ ആദരിക്കുവാനുമായി BJP ചോഴിയക്കോട് ബൂത്ത് കമ്മിറ്റിയുടെയും BJP കുളത്തൂപ്പുഴ പഞ്ചായത്ത് സമിതിയുടെയും പ്രവർത്തകരായ G. അരുൺ, ശ്രീകുമാർ, അനീഷ്, മിഥുൻ, സുരേഷ്, അനിൽകുമാർ, ബിനു, സുരേഷ് കുമാർ എന്നിവർ ഇവരുടെ വീട്ടിലെത്തിച്ചേർന്ന് ഇവർക്ക് ആദരവ് നൽകുകയുണ്ടായി. ആ ദൃശ്യങ്ങളിലേക്ക്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മത്തിലായാലും പൊതുവെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരിതാണ്. അന്നേരം നമ്മൾ രാവിലെ ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. എണീറ്റിരുന്ന് ആദ്യം ചെന്ന് നമ്മുടെ കയ്യിലേക്ക് നോക്കി കരാഗ്രേ വസുദേലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേത് ഗോവിന്ദ പ്രഭാതേ കരവന്ദനം എന്നാണ് ആ പ്രാർത്ഥന. അന്നേരം അതിൽ കരമധ്യയാണ് സരസ്വതി. അതായത് ഒരിക്കലും നമുക്ക് സ്വായത്തമാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടാതെ ഇരിക്കുന്നൊരു കാര്യമാണ് വിദ്യാഭ്യാസം. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതും കരത്തിൻ്റെ തുമ്പിലിരിക്കുന്നതാണ് കരാഗ്രേ വസുദേലക്ഷ്മി. അതായത് പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമ്പത്ത് നമ്മുടെ എപ്പം വേണമെങ്കിലും പോകാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും സ്വായത്തമാക്കിയ വിദ്യ ഒരിക്കലും പോകത്തില്ലെന്നാണ്. നിങ്ങൾ ഈ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുടുംബത്തെക്കുറിച്ചൊക്കെ വളരെ അടുത്ത കുടുംബമായിട്ട് ബന്ധമുണ്ട്, അണ്ണനാട്ടിച്ചലായിട്ട് ബന്ധമുണ്ട്, സാറുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് ആ ഒരു വിദ്യാഭ്യാസം ഈ കുടുംബ ജീവിതത്തിൽ ഭാവിയിലും അത് വളരെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ല ഉന്നതിയിലെത്തട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം, നമ്മളെല്ലാവരുടെയും സമയം ഒന്നും വരാത്തതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. അതെല്ലാവരുടെ അനുഗ്രഹം നിന്നുകൊണ്ട് ഇനിയുള്ള ഏത് രീതിയിൽ തന്നെ മാർക്ക് വാങ്ങിക്കാനും ഞങ്ങളെല്ലാവരും കൂടെ വരാനും ആ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനും ജഗദീശൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ആദരിക്കുന്നു. അമ്മയൊക്കെ പ്രത്യേകം അനുഗ്രഹിക്കുന്നത്. കാരണം ഈ പിള്ളേർ ഈ മിടുക്കുകളുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇവരുടെ രക്ഷാകർത്താക്കൾക്കും ഇപ്പോൾ ഒരു ആശംസ നൽകേണ്ടത് തന്നെയാണ്. ഇവരുടെ ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇവരുടെ കഷ്ടപ്പാടും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഇവർക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.